രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം മതി. വില ചോദിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ചേട്ടൻ പൊട്ടിക്കുന്നില്ലേ? ഞാനാണ് പൊട്ടിക്കുന്നത്. രൂപ ഇതിപ്പോ നീ പൊട്ടിച്ചാ മതി. ഒന്ന് വേണമാ രണ്ട് വേണം? ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു സാർ. എന്നാ ഒന്ന്? എത്ര ഇതിന്റെ കാശ്? വെറും 10 രൂപ. ഓ കഷ്ടം. കാശ് കൊടുത്ത് മേടിച്ച് വെറുതെ പൊട്ടിച്ച് വേസ്റ്റ് ആക്കുന്ന ഈ സാധനത്തിന് 10 രൂപ. 6 ദിവസത്തെ ചമ്മന്തി അരയ്ക്കാനുണ്ട്. കാശ് കൊടുത്തിട്ട് വാങ്ങിക്കേട്ടാ. അണ്ണാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്നടാ സുന്ദരം, யாரடா இந்த மலையாளத்தை? അറിയില്ലേ? അമ്പലത്തിൽ തൊട്ടിലിട്ടാ വന്നതാ പിള്ളേരുണ്ടാവാനായിട്ട്. ஓஹோ அப்படியா? எங்க கிட்ட வா. அந்த பேக் பார்த்தாச்சா? ഓ ഓ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എത്തിയപ്പോ എനിക്കെന്തോ പ്രതീക്ഷ ഉള്ളതുപോലെ ദാസേ. എനിക്കൊരു പ്രതീക്ഷയില്ല. അടുത്ത വരവിന്റെ ചെലവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. ഒരു ടീ സാപ്പിട്ട് വരലാം. എന്തിനാ ടീ ആക്കുന്ന? ബൂസ്റ്റ് ആക്കിക്കോ, കയ്യിലെന്റെ കാശുണ്ടല്ലോ. എന്താ സാറേ തൊട്ടിൽ കെട്ടിലൊക്കെ എവിടം വരെ ആയി? എന്തേ? അല്ല വല്ല സഹായം വേണമെങ്കിൽ വല്ല കയറോ തുണിയൊക്കെ വാങ്ങാനായിട്ട്. വേണ്ട സുന്ദര, 3 തൊട്ടിലേട്ടന്റെ കാര്യമല്ലേ ഉള്ളൂ. അതെന്റെ ഭാര്യ ചെയ്തോളൂ. തുണിയും കയറും ഒക്കെ അവിടെ കയ്യിലുണ്ട്. ഓ തുണിന്ന് പറഞ്ഞപ്പോഴാ മുണ്ട് കഴിഞ്ഞ് നീ ഒന്ന് പിടിക്കും. അല്ലേ വേണ്ട. അലമ്പ് ടീമാണ്. ചായക്കട വെച്ച് പരിചയപ്പെട്ടതാ. നീ ഇവിടെ ഒന്നുണ്ട സാറേ. എന്താ? സാറിന്റെ കൈ എനിക്കൊരു താങ്ങാവണം. ഞാൻ ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ച ഒരു താങ്ങണമെന്ന്. ഇതിപ്പോ ഇങ്ങോട്ട് ചോദിക്കുമ്പോ അയ്യോ ആ താങ്ങല്ല, ഈ കൊട്ട പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്നാ ചോദിച്ചത്. നീ മിണ്ടായി, ഞാൻ പൊക്കി കൊടുത്തോളാം. മര്യാദയുടെ വഴിക്കാണെങ്കിൽ ഞാൻ മര്യാദയുടെ അപ്പൂപ്പൻ അറിയാം. ഓ എന്നാ പിടിച്ചോ. സാറിന് ക്ഷമിക്കണം, ഞാൻ ആളറിയാതെ പറ്റിപ്പോയതാണ്. കുഴപ്പമില്ല. ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. സോറി, ഇത് മറക്കണം. എനിക്ക് ആര് ഉപകാരം ചെയ്താൽ ഞാൻ അപ്പൊ തന്നെ മറക്കും. ഒന്നും വിചാരിക്കരുത് കേട്ടോ. സന്തോഷം. ഒന്നും വിചാരിക്കില്ല. സാറിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്നല്ല, സാറിന് 10 കുട്ടികൾ തിരിക്കട്ടെ. വേണ്ട, ഭയങ്കര ചെലവാണോ? നീ ഇതുവരെ പൊട്ടിച്ചില്ലേ? എറി. അയ്യോ എന്റെ ബാഗ് കാണുന്നില്ല. അങ്ങനെ ബാഗ് ഒപ്പിച്ചു. എന്നാ നീ വിട്ടോ. അണ്ണൻ ഷെയർ വേണ്ടേ? നീയേ വെച്ചിക്കോടാ. എനക്കുള്ള ഷെയർ കിടച്ചാച്ച്. അയ്യോ എന്റെ പണമല്ല. என்ன சார், என்ன பிரச்சனை? എന്റെ ബാഗ് ഇവിടെ വെച്ചിരുന്നു. ആരോ മോഷ്ടിച്ചു. ஓ அப்படியா? அப்படின்னா அந்த பொண்ணு தான் திருடி இருக்கு. இவ்வளோ வேணாம் சார், அது எட்டாண்ட இடத்துல எத்தி இருக்கும். நீங்க போலீஸ் கூப்பிடுங்க. போலீஸ்? உண்மையை சொல்லு. அந்த பேக் எங்கே? சீக்கிரம் சொல்லு. யார்கிட்ட கொடுத்த? ஒரு அடி அடிங்க சார், உண்மை அப்படியே வெளியே வந்துடும். சொல்லடி. അയ്യോ അടിക്കരുത് സാർ. വേണ്ട സാർ, പണം പോയെങ്കിൽ പോട്ടെ. കുട്ടികളില്ലാത്ത ദോഷം തീർക്കാൻ വന്നിട്ട് നീ കുട്ടിയുടെ. എന്റെ മോളെ അവളത് ചെയ്യില്ല സാറേ. ആ കുഞ്ഞിനെ വിട്ടേക്ക് സാറേ. അതുകൊണ്ട് കൊടുക്ക. ക്ഷമിക്കണം സാറേ, അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി. അതെ, കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. പേടിപ്പിച്ചില്ലേ? ക്ഷമിക്കണേ, ഒരബദ്ധം പറ്റിപ്പോയതാ. കാശ് കയ്യിൽ നിന്ന് പോയ വിഷമത്തിൽ ഞാൻ കണ്ണിച്ചൊരത്തെ പണിയാ സാർ കാണിച്ചത് കേട്ടോ. ആ വൃത്തികെട്ടവന്റെ വാക്ക് കേട്ട് നിങ്ങളൊരു പിഞ്ചു കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയല്ലോ സാറേ. കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവുമ്പോഴുള്ള ഒരു തന്തയുടെ വേദന അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്റെ സാറേ, ആ ശിവനുണ്ടല്ലോ, അവനൊരു സൂക്കേടുകാരനാ. എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ആധി പിടിച്ച് നടക്കുന്നതിനിടയിലായി അമ്പലത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് തൊട്ടിൽ കെട്ടാൻ നടക്കുന്നു. ദേവി പൊറുക്കുവോ സാറേ? ദേവി പ്രസാദിക്കുവോ സാറേ? ഇത് ശിവനെ ഏൽപ്പിക്കണം. എന്താ ഇത്? വലിയ തുകയൊന്നുമില്ല, ഞങ്ങളാൽ കഴിയുന്നത്. ഒന്നും കൊടുക്കാതെ എങ്ങനെയാ? അവന്റെ ചങ്കാണ് സാർ പറിച്ചു തരുന്നത്. അതിന് വില നിശ്ചയിക്കാൻ സാറിന് പറ്റുമോ? അയ്യോ അങ്ങനല്ല, അയാൾക്ക് നല്ല ചികിത്സ കിട്ടാൻ ഇത് ഉപകരിക്കുമെങ്കിൽ. ഇനി ഒന്നുകൊണ്ടും രക്ഷയില്ല സാർ. സാർ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അതാണിപ്പോൾ അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം.